ഒരു പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ ലോകത്ത് ഒരു തൈ നട്ടുപിടിപ്പിക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ തസ്ബീഹ് നിസ്കാരം പൂർത്തിയാക്കുമ്പോഴേക്കും 300 തൈകൾ നമുക്ക് വേണ്ടി സ്വർഗലോകത്തെ ഉദ്യാനത്തിൽ നട്ടുപിടിപ്പിക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ റക്അത്തിലും 75 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്ന തസ്ബീഹ് നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ ശ്രമിച്ചുകൂടെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 4 റക്അത്താണുള്ള നിസ്കാരം, നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാം? സലാം കിട്ടിയിട്ട് പിന്നെ 2 റക്അത്ത് നിസ്കരിക്കലാണ് രാത്രിയിൽ നല്ലത് അല്ലേ? അങ്ങനെ നിസ്കരിക്കുമ്പോ പ്രത്യേകം ഒന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല. അതൊന്നും ഓർമ്മാക്കി തരാണ് ഞാൻ. എന്ത് ചെയ്യാം? നല്ല നിയ്യത്തോടെ നിസ്കരിക്കാം. തസ്ബീഹ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈ കെട്ടിയിട്ട് സാധാരണ ചേർത്ത് ഓതുക. വജ്ജ് തന്നെ ആവണമെന്നില്ല. ഫാത്തിഹയ്ക്കുള്ള ദുആഇനുള്ള എന്തെങ്കിലും ഒന്ന് ചൊല്ലുക. അതിനുശേഷം ഫാത്തിഹയും സൂറത്തും ഓതി കഴിഞ്ഞ്, സൂറത്ത് ഏതാ ഓതേണ്ട എപ്പോഴും ചോദിക്കുന്ന സംശയമാണ്. അത് 4 ഓർഡറിൽ പറഞ്ഞുതരാം. അൽഹാഖുമുത് തകാസുർ എന്ന സൂറത്ത് 1-ാം റക്അത്തിൽ ഓതാം. 2-ാം റക്അത്തിൽ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്ത് ഓതാം. 3-ാം റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതാം. 4-ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാം. 4 ആയിട്ട് എന്ന് ആവർത്തിച്ച് പറയൂ. അൽഹാഖുമുത് തകാസുർ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ 1-ാമത്തെ റക്അത്തിലെ ഫാത്തിഹയും സൂറത്തും ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ പറഞ്ഞ് റുക്കൂഇലേക്ക് പോകുന്നു. റുക്കൂഇൽ എത്തിയിട്ട് നിങ്ങൾ ടാർഗറ്റ് എത്രയാണ്? സാധാരണ റുക്കൂഇൽ ചെല്ലുന്ന 3-ഓ 7-ഓ 11 എത്ര ഉണ്ടാവും നിങ്ങൾ ചെല്ലുന്നത്? അത് ചൊല്ലി കഴിഞ്ഞതിനു ശേഷം എന്ത് ചെയ്യാം? ഒരു 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി എന്ന് ദിക്ർ ചൊല്ലുക. അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. റുക്കൂഇൽ പിന്നെ റുക്കൂഇൽ ഉയർന്ന് ഇജ്തിദാലിൽ ചൊല്ലാനുള്ള ദിക്ർ കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം ചൊല്ലുന്നു. പിന്നെ സുജൂദിലേക്ക് വരുന്നു. സുജൂദിൽ ചൊല്ലാനുള്ള ദിക്ർ കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം. പിന്നെ ഇടയിൽ ഇരുത്തത്തിലേക്ക് വരുന്നു. അവിടെ ചൊല്ലാനുള്ള ദിക്ർ കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം. വീണ്ടും സുജൂദിലേക്ക് വരുന്നു. സുജൂദിൽ ചൊല്ലാനുള്ള ദിക്ർ കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം. എത്രയായിപ്പോൾ? 65 ആയിപ്പോൾ. ഇനി സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ പറഞ്ഞ് ഇരിക്കുന്നു. ആ ഇരുത്തത്തിന്റെ പേരെന്താണ്? ഇസ്തിറാഹ. ആ ഇരുത്തം